ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി മട്ടൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്തിട്ടുള്ള മട്ടൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. മട്ടൻ കറി വയ്ക്കുമ്പോഴൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ല. ഈ സമയത്ത് തന്നെ ഞാൻ അല്പം ഗരം മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനായി 3 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നീട് ഒരു 3 ഗ്രാമ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ള കസ്കസ് കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ടുള്ള കസ്കസ് ഇതുപോലെ പൊട്ടി വെളുത്ത നിറമാകുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ 3 വിസിൽ കേട്ടിട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം മട്ടൻ 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് 2ആയി കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്താലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നീട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും സവാളയും ഒക്കെ നന്നായി വഴന്നിട്ട് നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതിൽ നിന്നും ഒരു 6 ടേബിൾ സ്പൂൺ ഉള്ളി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയുടെ റോസ് സ്മെല്ല് ചെറുതായി ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും റോസ് സ്മെല്ല് മാറുന്നത് വരെ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മട്ടണിലേക്ക് മസാലപ്പൊടികളെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ സവാള വഴറ്റിയിരുന്നപ്പോൾ കുറച്ച് സവാള നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന മട്ടൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണം വരുന്നുണ്ട്.
അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാലയോടൊപ്പം കസ്കസും വഴറ്റിയ സവാളയും കൂടി അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും അതുപോലെ വീട് മുഴുവൻ പരക്കുന്ന നല്ല സൂപ്പർ മണവുമാണ്. ഈ രീതിയിൽ ട്രൈ ചെയ്താൽ പിന്നീട് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി മട്ടൻ കറി വാങ്ങിക്കുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.